ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാംഗ്ലൂർ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ബാംഗ്ലൂർ പാലസ് പോയി കണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഡൽഹി യാത്ര ഒന്ന് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡൽഹിയിലോട്ട് ഇങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ഇന്ന് ഒരു 1:30 ആയപ്പോൾ നമ്മൾ ന്യൂഡൽഹിയുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെട്രോ വഴി ഇന്ത്യ ഗേറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് വന്നത് നമ്മൾ മെട്രോ വഴിയാണ്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മെട്രോ വഴി സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റേഷനിക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ അവിടുന്ന് ഓട്ടോ വിളിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. ഓട്ടോയിലാണ് വന്നത്. അവിടുന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ത്യ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ ഗേറ്റിലോട്ട് എന്തായാലും ഡൽഹിയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. കാരണം നമ്മളെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഇതിൽ കാണാം പട്ടാളക്കാരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത്. ഇതിന് ചുറ്റു പാർക്കുകളൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്കാണ് ഇപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോണത്. ഇന്ത്യ ഗേറ്റ് നമ്മൾ കാണിച്ചു ഫുള്ള്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ. ഇങ്ങനെ പാർക്ക് മാതിരിയാണ്. ഫാമിലീസ് അതേമാതിരി കപ്പിൾസ് അങ്ങനത്തെ കുട്ടികൾക്ക് ഒക്കെ പറ്റിയ അങ്ങനത്തെ പാർക്കുകളുണ്ട്. ഞങ്ങൾ പരമാവധി ഉച്ചൻ്റെ നേരത്തെ വരാം. അതൊക്കെ ഉച്ചൻ്റെ നേരത്തെ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ പാർക്കിലൊന്നും വന്നിരിക്കാൻ വലിയ രസം ഉണ്ടാവില്ല. നിങ്ങൾ വൈകിട്ട് നോക്കുക, ഒരു 4:30 ശേഷം വന്ന് നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഒരുപാട് കാണാനുണ്ട് ഏരിയ. നമ്മളിതിൽ കുറച്ച് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരേ മാതിരി തന്നെയാണ് എല്ലാം ഈ പാർക്കുകൾ ഒക്കെയാണ്. നമ്മളിതിലിങ്ങനെ നടന്നപ്പോൾ ഒന്ന് കണ്ടാണ് ഈ കുട്ടികൾക്കൊക്കെ പറ്റിയ അങ്ങനത്തെ ഈ കുറച്ച് നേരം റെൻറ്റിന് കാറ് ബൈക്കൊക്കെ കുട്ടികളെ ഒക്കെ പറ്റിയ അങ്ങനത്തതാണ്. അതിൻ്റെ റെൻറ്റ് ചെയ്യാൻ അവരോട് ചോദിച്ചു നോക്കിയിട്ട് പറയാം. ഇതൊക്കെയാണ് വണ്ടികൾ, ബൈക്കുണ്ട്, കാറുണ്ട്. ബൈക്കിന് റേറ്റ് എത്ര മണിക്ക്? 1 റൗണ്ടിന് 50. ഇതോ 1 റൗണ്ട് 50. ഇതിൽ പറയുന്നത് ഈ കാറിനും ബൈക്കിനും 15 പറയുന്നത് ഒരു ഗ്രൗണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും. അങ്ങനെ അതിൻ്റെ അപ്പുറത്താണ് രാഷ്ട്രീയ ഭവൻ പറഞ്ഞിട്ടില്ലേ ഒരു ഇതില്ല. അപ്പോൾ നമ്മളത് കാണാനും വേണ്ടി വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് അത് അങ്ങോട്ട് അലോഡില്ല, അത് ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ അലോഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞു നിങ്ങൾ ഒരു 5:30 ശേഷം എല്ലാം കവർ ചെയ്യാൻ നോക്കുക. മിക്ക ഈ സ്ഥലങ്ങളും 5:30 ശേഷം ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് നാളെ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. ഇന്നിപ്പോൾ ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ആകെ ഇന്ത്യ ഗേറ്റ് മാത്രമേ കവർ ചെയ്യാൻ സാധിച്ചതുള്ളൂ.
കാരണം നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് തന്നെ ഉച്ചക്ക് ഏകദേശം 1:30 ആയിക്കണേ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കണ്ടപ്പോൾ സമയം ഇപ്പം തന്നെ ഏകദേശം സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നാളെ നമ്മൾ അടുത്ത സ്ഥലങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകണം. നമ്മളൊരു 4-5 ദിവസം ഇവിടെ നിൽക്കാനുള്ള പ്ലാനാണ്. 4-5 ദിവസം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കവർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നാളെ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ അടുത്ത് യൂട്യൂബിൽ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ നാളെ വരാം. ഓക്കെ.